സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക്. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിയിൽ തമിഴ്നാടിന്റെ ആവശ്യം തള്ളി സുപ്രീം കോടതി. ജുഡീഷ്യൽ ഉത്തരവിലൂടെ സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് കോടതി പരാമർശം. ബില്ലുകളുടെ ഉള്ളടക്കം പരിശോധിക്കാൻ ഗവർണർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് സുപ്രീം കോടതി. ഗവർണറുടെ അധികാരം തള്ളിക്കളയാനാവില്ലെന്നും കോടതി നിരീക്ഷണം. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, ഇതിപ്പോൾ ഒരുപക്ഷെ തമിഴ്നാടാണ് ഹർജിയുമായി മുന്നോട്ട് വന്നതെങ്കിലും തമിഴ്നാടിന് മാത്രമല്ലല്ലോ തിരിച്ചടി. തീർച്ചയായും കൃഷ്ണ, തിരിച്ചടി എന്ന് നിരീക്ഷിക്കുമ്പോൾ തമിഴ്നാടിന് മാത്രമല്ല, സമാന ഹർജിയുമായി കേരളം ഉൾപ്പെടെ മുന്നോട്ട് പോയിരുന്നു. അവർക്കെല്ലാം തന്നെ തിരിച്ചടിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഗവർണറുടെ അധികാരം സംബന്ധിച്ച്, ഗവർണറുടെ ബില്ലിന് മുകളിൽ, നിയമസഭ പാസ്സാക്കുന്ന ബില്ലിന് മുകളിൽ തീരുമാനമെടുക്കുന്ന ഗവർണറുടെ അധികാരം സംബന്ധിച്ച ആർട്ടിക്കിൾ 200-ന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഭാഗമായി എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്ന സമയപരിധിക്കുള്ളിൽ നടത്തണമെന്ന നിർദ്ദേശം നൽകണമെന്നായിരുന്നു ആവശ്യം. ഇത്തരത്തിൽ ഒരു കൃത്യമായ സമയപരിധി നിശ്ചയിക്കാൻ നിലവിലെ സംവിധാനങ്ങൾ വെച്ച്, നിലവിലെ ഭരണഘടനയുടെ വകുപ്പുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഉപയോഗിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഒരു നിർദ്ദേശം നൽകാനാവില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്താനാവില്ല, കൃത്യമായ സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്ന് തന്നെ കൃത്യമായി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാന വിഷയം കൂടി എടുത്തു പറയുന്നത്, അനിയന്ത്രിതമായി ഈ ബില്ലുകളിൽ ഒപ്പുവെക്കുന്നത് നീളുകയാണെങ്കിൽ അക്കാര്യത്തിൽ ഇടപെടാൻ, അതായത് കാലതാമസത്തിൽ ഇടപെടാൻ മാത്രമാണ് കോടതിക്ക് ഒരു അധികാരമുള്ളത്. കോടതിക്ക് അത് കാര്യം പരിഗണിക്കാൻ മാത്രമാണ് അധികാരമുള്ളത്. കൃത്യമായി 3 മാസത്തിനകം ഈ ബില്ല് പാസ്സാക്കണമെന്നോ അല്ലെങ്കിൽ ഇത്ര സമയപരിധിക്കുള്ളിൽ പാസ്സായി വന്ന ബില്ല് അംഗീകാരം നൽകണമെന്നോ, അസന്റ് നൽകണമെന്നോ, അല്ലെങ്കിൽ തിരിച്ചയക്കണമെന്നോ, അമെൻമെൻറ്റുകൾ നൽകണമോ ഒന്നും തന്നെ നിശ്ചയിക്കാനാവില്ല. കാരണം ഒരു പാർലമെൻറ്റ് അല്ലെങ്കിൽ ഒരു നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളാണിവ. ഈ ബില്ലുകൾ നിയമസഭ തന്നെ കൃത്യമായി ഗവർണർക്ക് അയക്കുകയും ഗവർണറുടെ അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ അംഗീകാരത്തോടുകൂടി അത് നിയമമായി മാറുകയുമാണ് ചെയ്യുക. അതിന് പരിശോധനകൾ ആവശ്യമുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറഞ്ഞത്, ഗവർണർ ഒരു റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന കൃത്യമായൊരു നിരീക്ഷണം തന്നെയാണ്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ നിയമസഭയുടെയും ഒരു അംഗീകാരത്തോടെ വരുന്ന ഒരു ബില്ല് അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമെടുക്കാൻ ബാധ്യത, നേരിട്ട് പൂർണ്ണമായൊരു ബാധ്യത ഗവർണർക്കില്ല. പക്ഷേ അക്കാര്യത്തിൽ പരിശോധനകൾ നടത്താനുള്ള അവകാശങ്ങളുണ്ട്. അക്കാര്യങ്ങളിൽ പരിശോധന നടത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ നിയമം പാസ്സാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമത്തിൻ്റെ വകുപ്പുകൾ, ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾ കൃത്യതയാർന്നതാണോ, നിയമാനുസൃതമാണോ, ഭരണഘടനാ വിധേയമാണോ എന്നത് കൺസൾട്ടേഷനുകൾ വഴി, അതായത് മന്ത്രിമാരെ വിളിച്ച് കൺസൾട്ട് ചെയ്യുന്നത് വഴിയും അല്ലാത്ത രീതിയിലും ഭരണഘടനാ വൈദഗ്ധ്യരുടെ വിഷയത്തിലും നിരീക്ഷിക്കുന്നതിനും അത് തിരിച്ചയക്കുന്നതിനും അല്ലെങ്കിൽ അമെൻമെൻറ്റുകളോടെ വീണ്ടും തിരിച്ചയക്കാൻ നിർദ്ദേശിച്ച് തിരിച്ചയക്കുന്നതിനുമെല്ലാം തന്നെ ഗവർണർക്ക് അധികാരമുണ്ട്. അതിൽ കാലതാമസം അനിയന്ത്രിതമായി ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ആ കാലതാമസത്തിൻ്റെ സാധ്യതയെ മാത്രമാണ് നിരീക്ഷിക്കാൻ സാധിക്കുക, അതുമാത്രമാണ് കോടതിക്ക് പരിഗണിക്കാൻ സാധിക്കുക എന്ന ഏറ്റവും നിർണായകമായൊരു നിരീക്ഷണമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ആർട്ടിക്കിൾ 143 പ്രകാരം, അതായത് ഇന്ത്യൻ പ്രസിഡന്റിന് സുപ്രീം കോടതിയോട് റഫറൻസ് ആവശ്യപ്പെടാനുള്ള അധികാരം നൽകുന്ന, ഭരണഘടനാ അനുച്ഛേദ പ്രകാരം നൽകിയ റഫറൻസിന് നൽകുന്ന സുപ്രീം കോടതിയുടെ ഒരു മറുപടിയായാണ് ഈ ബില്ലുകളിൽ സമയപരിധി നിശ്ചയിക്കുന്നത് തീരുമാനിക്കേണ്ടത് പാർലമെന്റാണ് അല്ലെങ്കിൽ ഭരണഘടന ഭേദഗതിയിലൂടെയാണ് എന്ന് ഗവർണർമാർ കൃത്യമായി പറഞ്ഞ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഗവർണർമാർ പറഞ്ഞതിന് സമാനമായ രീതിയിൽ തന്നെ ഒരു കൃത്യമായ സമയപരിധി നിശ്ചയിക്കുന്നത് അസാധ്യമാവുകയും, സമയപരിധി നിശ്ചയിക്കുകയാണെങ്കിൽ, സമയം വൈകുകയാണെങ്കിൽ അതിൻ്റെ നീതിയുക്തതയില്ലായ്മ പരിശോധിക്കാനുള്ള അവകാശം മാത്രമാണ് കോടതിക്കുള്ളത് എന്ന കൃത്യമായൊരു ഭരണഘടനാ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു നിഗമനമാണ് അല്ലെങ്കിൽ ഒരു മറുപടിയാണ് ഇപ്പോൾ പ്രസിഡന്റിൻ്റെ റഫറൻസിന് ഈ ബില്ലുകൾ സംബന്ധിച്ച, ബില്ലുകൾ ഒപ്പുവയ്ക്കുന്നത് സംബന്ധിച്ച ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഐസൻ, അതായത് ഗവർണർ ഒപ്പിടാതെ അംഗീകാരം നൽകുന്നത് ഭരണഘടനാപരമല്ല. മറ്റൊന്ന്, ബില്ല് നിയമമായാൽ മാത്രമേ കോടതിക്ക് പരിശോധിക്കാനാകൂ. ഏറ്റവും സുപ്രധാനമായ 2 നിരീക്ഷണങ്ങൾ. തീർച്ചയായും ഭരണഘടന ഈ ബില്ല് 2 വിഷയങ്ങൾ പ്രധാനമായും എടുത്തു പറഞ്ഞത്, ബില്ല് നിയമമായാൽ ആ നിയമം ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാനാണ് കോടതിക്ക് അധികാരം. അതായത് ഏതെങ്കിലും ഒരു നിയമം, ഒരു ബില്ല് നിയമസഭ പാസ്സാക്കി അത് കൃത്യമായി ഗവർണറുടെയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അസന്റിന് സാങ്കേതികമായി എത്തുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഒപ്പുവെച്ചതിന് ശേഷമാണ് അത് നിയമമാകുന്നത്. അത് അതിനുശേഷം നോട്ടിഫൈ ചെയ്യുമ്പോഴാണ് അത് ബാധകമാവുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ബില്ല് ഒപ്പിടാത്തിടത്തോളം കാലം ആ നിയമം പ്രാബല്യത്തിൽ വരികയോ നോട്ടിഫൈ ആവുകയോ അല്ലെങ്കിൽ അത് നടപ്പാകുകയോ ചെയ്യുന്നില്ല, അടുത്ത നടപടിയിലേക്ക് നീങ്ങാനാകുന്നില്ല. അത്തരത്തിൽ അടുത്ത നടപടിയിലേക്ക് നീങ്ങുന്ന വിഷയത്തിൽ മാത്രം, അതായത് ഒരു നിയമം പാസ്സാക്കിയെടുക്കുകയും ആ പാസ്സാക്കിയെടുത്ത നിയമം ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമാവുകയും ഭരണഘടന വിരുദ്ധമാകുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം മാത്രമാണ് കോടതിക്കുള്ളത്. സ്വാഭാവികമായും ആ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കണ്ടെത്താനുള്ള വരാം. ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷക ഉഷാ നന്ദിനി ഒപ്പം ചേരുന്നുണ്ട്. മാഡം,
എന്താണ് ഈ നിരീക്ഷണങ്ങളിലൂടെ തെളിയുന്നത്? ഇതില് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വിശദമായിട്ട് ജഡ്ജ്മെന്റ് വായിച്ചിട്ടില്ല. പക്ഷെ കോടതി തന്നെ ഏകദേശം 1 മണിക്കൂറോളം, ഒരു 40 മിനിറ്റോളം നീണ്ട ഒരു ടൈം എടുത്തിട്ടാണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും നേരത്തെ ഒരു കോടതി വിധി ഉണ്ടായിരുന്നു, ജസ്റ്റിസ് പർദിവാലയുടെയും ജസ്റ്റിസ് മഹാദേവനും കൂടിയുള്ള ഒരു ബെഞ്ചിന്റെ ഉത്തരവ്. അതിൽ ഗവർണറുടെ സൈൻ ഇല്ലാതെ പോലും, അതായത് ഒപ്പിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അതിനെ ഡീംഡ് അസന്റ് ആയിട്ട് കണക്കാക്കാം എന്നുള്ള രീതിയിലായിരുന്നു ആ ഉത്തരവ് വന്നിരുന്നത്. പക്ഷെ അത് ശരിയല്ല, അങ്ങനെ പറ്റില്ല എന്നുള്ളൊരു കാര്യം കോടതി ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രസിഡന്റിന്റെ ആ റെഫറൻസിൽ 14 ക്വസ്റ്റ്യൻസ് ആണ് ഫ്രെയിം ചെയ്തിരുന്നത്. അതിലെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ കോടതി മറുപടി നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഗവർണറുടെയോ അല്ലെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെയും തീരുമാനങ്ങൾക്ക്, ആ ബില്ലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ടൈം ലിമിറ്റ് വെക്കാനോ അതിനനുസരിച്ചിട്ടോ ഉള്ള ഒരു കാര്യങ്ങൾക്ക് ഒരു സമയപരിധി ശരിക്കും ഫിക്സ് ചെയ്യാൻ അതിന് പറ്റത്തില്ല. പക്ഷെ ആ ടൈം ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് അവർക്ക് തന്നെ തീരുമാനമെടുക്കാം, വിവേചനാധികാരമാണ് എന്നുള്ളൊരു കാര്യമാണ്. അതായത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയായി ഇത് മാറുന്നു. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം അതല്ല ഇനി വിശദമായിട്ട് ഇത് എഴുതിയിരിക്കുന്നത്. കാരണം ജഡ്ജ്മെന്റ് വായിച്ചു നോക്കിയാൽ മാത്രമേ നമുക്കത് കൂടുതൽ ബോധ്യപ്പെടുകയുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഇന്ന് കോടതിയിൽ വായിച്ചത് നമ്മൾ കേട്ടിടത്തോളം മനസ്സിലാകുന്നത് അങ്ങനെയാണ്. കേരളത്തിന്റെയും ഒപ്പം തന്നെ തമിഴ്നാടിനും ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണെന്നുള്ളതിനാണ് ഞങ്ങൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുന്നത്. അഭിഭാഷകർ ഞങ്ങളെ വിധിന്യായം കേട്ടതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അതാണ്. യെസ് മാഡം, ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിലെ ഐസൻ ജോസിന് ചോദിക്കാനുണ്ട്. ഐസൻ, ലഭ്യമാകുന്ന ഒരു സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാബിനറ്റ് വിച്ച് ഷുഡ് ബി ഇൻ ഡ്രൈവർ സീറ്റ് എന്നൊരു വാക്ക് കോടതി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത് എന്താണ്? അതായത് ക്യാബിനറ്റ് ആയിരിക്കണം നിയന്ത്രിക്കേണ്ടത് എന്നൊരു രീതിയാണോ, അതോ ക്യാബിനറ്റിനെ ഒരു പ്രത്യേക സംവിധാനത്തോടു അല്ലെങ്കിൽ നിയന്ത്രണത്തോടുകൂടി മാത്രം പ്രവർത്തിക്കാൻ സാധിക്കും? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്യാബിനറ്റ് ഷുഡ് ബി ഇൻ ഡ്രൈവർ സീറ്റ് ആൻഡ് ദർ കനോട്ട് ബി 2 എക്സിക്യൂട്ടീവ് പവേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് എന്നാണ് കോടതി പരാമർശിച്ചിരിക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇതെല്ലാം കോടതിയിൽ ആ പരാമർശങ്ങൾ മാത്രമേ നമുക്കിപ്പം നമ്മുടെ മുന്നിലുള്ളൂ. അത് വിശദമായിട്ട് വിധിന്യായം വായിച്ചെങ്കിൽ മാത്രമേ കോടതി എങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്, കാരണം 1-2 വാചകങ്ങൾ എടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് മാത്രം നമുക്കതിനെ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് വ്യക്തമാക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ ഒരു കാര്യം കോടതി പറയുന്നുണ്ട്. പക്ഷെ ഒപ്പം തന്നെ ഭരണഘടനയായിട്ട് നൽകുന്ന, അതായത് ഭരണഘടന കൊടുത്തിരിക്കുന്ന അവകാശങ്ങളുണ്ടല്ലോ, പ്രസിഡന്റിനാണെന്നുണ്ടെങ്കിലും ഗവർണർക്കാണെന്നുണ്ടെങ്കിലും ഭരണഘടന നൽകിയിട്ടുള്ള ചില പ്രിവിലേജസ് ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. ബാക്കി ഓരോ കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് ഈ ഒരു വിധി പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഫൈൻഡിങ് ഓരോന്നും വന്നിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. മാഡം, ഈ വിധി പരിശോധിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വിധിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ കാലഗണന അല്ലെങ്കിൽ ഒരു കൃത്യമായ സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്ന കൃത്യമായൊരു നിലപാട് കോടതി പറയുന്നുണ്ട്. അതേസമയം അനിയന്ത്രിതമായി നീളുകയാണെങ്കിൽ അത് പരിശോധിക്കാം, അല്ലെങ്കിൽ നിയമമായാൽ മാത്രം അത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അതും പരിശോധിക്കാം എന്നൊരു നിലപാടാണ് കോടതി സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ, പ്രത്യക്ഷത്തിൽ അങ്ങനെ തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കാരണം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുൻപ് ഒരു വിധി ഉണ്ടായ ഒരു കാര്യവും കൂടി കണക്കിൽ എടുത്ത് വേണം നമുക്ക് ആ ഒരു കാര്യത്തിനകത്ത് ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ വരാൻ. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരണം ഒരു മുൻ കോടതി വിധി, സുപ്രീം കോടതിയുടെ തന്നെ ഒരു വിധി നേരിട്ട് ഉണ്ടായിരുന്നു. തമിഴ്നാട് കേസിന്റെ ഇതിൽ ഉണ്ടായിട്ടുള്ള ഒരു വിധിയിൽ ഡീംഡ് അസന്റ് എന്ന് പറയുന്നത്, അതായത് ഒപ്പിട്ടിട്ടില്ല, ഗവർണർ ഒപ്പിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അതിനെ അസന്റ് ആയിട്ട് കണക്കാക്കാം എന്നുള്ള ഒരു ഉത്തരവാണ് അതിനകത്ത് ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഈ പ്രസിഡൻഷ്യൽ റെഫറൻസ് പോലും വരികയും ഉണ്ടായത്. അപ്പൊ അത് കണക്ക് കൂട്ടുമ്പോൾ തന്നെ അങ്ങനെ ഒരു നിശ്ചിത ടൈം എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 6 മാസത്തിനകം പാസ്സാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ പാസ്സാക്കിയതായി കണക്കാക്കാം എന്ന് പറയുന്ന അത്തരം ഒരു ഉത്തരവുകൾ നിലനിൽക്കുന്നതല്ല എന്നുള്ളത് കോടതി ഇതിനകത്ത് വിശദമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കാര്യം പറയുകയാണ്, വിശദമായിട്ട് ഉള്ള വിധി എന്താണ്, എങ്ങനെയാണ് ഇത് ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വ്യക്തമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രമേ നമുക്കൊരു തീരുമാനം നമുക്ക് പറയാൻ പറ്റും. ഇതെല്ലാം പ്രത്യക്ഷത്തിൽ നമുക്ക് കോടതിയിൽ നിന്ന് ഉത്തരവ് വായിച്ചതിൽ നിന്ന് നമുക്ക് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള വിവരങ്ങളാണ്. തീർച്ചയായും മറ്റൊരു ചോദ്യം കൂടി ഉള്ളത്, നേരത്തെ തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു, അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിൽ നിയമസഭ പാസാക്കിയ ബിൽ ഗവർണർ തടഞ്ഞു വെച്ച് അതിന് കൃത്യമായ മറുപടി നൽകാതിരുന്ന് ഒരു സമയപരിധി 3 മാസം സമയപരിധി കഴിഞ്ഞാൽ അത് പാസ്സായതായി പരിഗണിക്കാമെന്ന് നേരത്തെ മാഡം പരാമർശിച്ചിരുന്നു. ഈ പാസ്സായതായി പരിഗണിക്കാം എന്ന് പറയുന്ന ആ അവസ്ഥ റദ്ദാക്കുന്നതോടുകൂടി ഇപ്പോൾ ആ നിയമവും റദ്ദാക്കപ്പെടുകയല്ലേ? അല്ല, തീർച്ചയായിട്ടും. കാരണം ഇത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. സുപ്രീം കോടതിയുടെ ഇനി ഇതിന് മുൻപ് എത്ര വിധിന്യായങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഭരണഘടനാ ബെഞ്ച് ഒരു
വിധി വ്യക്തമായിട്ട് പാസ്സാക്കി കഴിഞ്ഞാൽ ആ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയായിരിക്കും നിലനിൽക്കുക. മതി മതി മതി. അതോടുകൂടി തന്നെ മുൻ ഉത്തരവുകൾക്ക് ഒരു പ്രസക്തിയെ ഇല്ലാതായി കഴിഞ്ഞു. ശരി, നന്ദി മാഡം. ഉഷാ നന്ദിനി സുപ്രീം കോടതി അഭിഭാഷകയാണ് ഈ വാർത്തയിൽ പ്രതികരിച്ചത്. ഐസൻ തുടരാം. അതിഥിയും നിരീക്ഷിക്കുന്നത് തീർച്ചയായും ഒരു സമയപരിധി നിശ്ചയിക്കാനുള്ളൊരു നീക്കം ഒരു തരത്തിലും ഗവർണർക്ക് മുകളിൽ കെട്ടിയേൽപ്പിക്കാനാവില്ല. അല്ലെങ്കിൽ ഭരണഘടനാപരമായി ആർട്ടിക്കിൾ 200-ൻ്റെയും ആർട്ടിക്കിൾ 201-ൻ്റെയും ഗവർണറുടെയും പ്രസിഡന്റിൻ്റെയും അധികാരങ്ങളിൽ സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്ന് തന്നെയാണ് കൃത്യമായി പറയുകയും ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവർണറെയും പ്രസിഡന്റിനെയും ഒരു റബ്ബർ സ്റ്റാമ്പായി കാണാൻ സാധിക്കില്ല. ജനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമായി സർക്കാർ പ്രവർത്തിക്കുമ്പോൾ അതിനു മുകളിൽ ചില കൃത്യതകൾ വരുത്തുന്നതിനുള്ള ഉത്തരവാദിത്വം ജനാധിപത്യപരമായും അതുപോലെ തന്നെ ഭരണഘടനാപരമായും ഗവർണർക്കും പ്രസിഡന്റിനും ഉണ്ട് എന്ന് തന്നെയാണ്. അത് കൃത്യമായും ഈ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഈ അധികാരങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കാൻ പാസ്സാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിയിൽ തമിഴ്നാടിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളുകയാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് അവിടെ ഉണ്ടാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്. ഇടവേളയ്ക്ക് ശേഷം നേരെ ബീഹാറിലേക്ക്.